ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള കൊഞ്ചൻ ഫ്രൈ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണ് എടുത്തിട്ടുള്ളത്. വലുതാകുമ്പോൾ നമുക്ക് അധികം ക്രിസ്പി ആയിട്ട് കിട്ടില്ല, ചെറുതാകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളൊരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്, അത് കുറച്ച് മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കുനുകുനാന്നരിഞ്ഞ് കുറച്ച് പച്ചമുളകും. എന്നിട്ട് നമ്മളിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പച്ചമുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ തന്നെ മുളക് പൊടിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടി മിക്സായി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതൊരു 1/2-3/4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് മസാലയൊക്കെ ചെമ്മീനിലൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെമ്മീനെല്ലാം നന്നായിട്ട് ഒരു 1/2-3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് മസാലയെല്ലാം പിടിച്ച് നല്ല ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാന് ചൂടായതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടാം. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം നല്ല 2 സൈഡ് ഫ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ബിരിയാണീൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.